നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് എവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് ഒരു വിശിഷ്ട വ്യക്തിയെ അതിഥിയായി ലഭിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിലെ കറകളഞ്ഞ വ്യക്തിത്വം. സമഭാവനയോടെ എവരെയും കാണുകയും എതിരാളികൾക്ക് പോലും സഹോദര സ്നേഹം പകർന്നു നൽകുന്ന അപൂർവ വ്യക്തിത്വം. CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ MB ഗോവിന്ദൻ മാഷ്. എവരെയും സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം മാഷെ. നമസ്കാരം. ഞങ്ങളുടെ ഈ സ്റ്റുഡിയോ പുതുക്കി പണിതതിന് ശേഷം ഞങ്ങളുടെ ആദ്യത്തെ അതിഥിയാണ് ഗോവിന്ദൻ മാഷ്. ഇത് ആനന്ദ് ടിവിക്കും മാഷുടെ പൊളിറ്റിക്കൽ കരിയറിനും ഒരു നാഴികക്കല്ലാകട്ടെ എന്ന് ആശംസിക്കുന്നു. സന്തോഷം. ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമമാണല്ലോ ഹോട്ട് സബ്ജക്റ്റ്. അത് അങ്ങനെ കത്തി നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ അങ്ങ് എടുത്ത നിലപാട് തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണോ ഈ ആഗോള സംഗമം, അയ്യപ്പ സംഗമം നടത്തുന്നത്? അതുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ലോകത്തിൻ്റെ വിവിധ മേഖലയിലുള്ള അയ്യപ്പ ഭക്തന്മാർ ദേവസ്വം ബോർഡിനോട് അവരാവശ്യപ്പെട്ടു ഒരു അഖില ലോകാടിസ്ഥാനത്തിലുള്ള അയ്യപ്പ സംഗമം, അയ്യപ്പന്മാരുടെ എല്ലാം കൂടിയുള്ള ഒരു സംഗമം സംഘടിപ്പിക്കണം എന്നവർ ആവശ്യപ്പെടുകയുണ്ടായി. സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡ് ആ നിർദ്ദേശത്തെ അംഗീകരിച്ചു. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടി അവർ തീരുമാനിക്കുന്നു. ഗവൺമെൻറ് അതിന് പൂർണ്ണമായി പിന്തുണ നൽകുന്നു. ഇതാണ് സംഭവം. അല്ലാണ്ട് പ്രതിവിധിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമൊന്നും അതിൻ്റെ അകത്ത് ഉൾച്ചേർന്നിട്ടില്ല. ഇതാ കാര്യം. ദേവസ്വം ബോർഡിന് അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ അവകാശമുണ്ട്. ഗവൺമെന്റിന് അതിന് പിന്തുണ കൊടുക്കാനും സാധിക്കും. അത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് ഫ്ലക്സുകളിലെല്ലാം അയ്യപ്പന്റെ പടം ഇല്ലായിരുന്നു, നേതാക്കന്മാരുടെ പടം മാത്രമേ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്തെങ്കിലും വാസ്തവമാണ്? അവിടെ അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് നമുക്കറിയേണ്ട കാര്യമില്ല. ഓക്കെ, അതെല്ലാം ദേവസ്വം ബോർഡാണ് എങ്ങനെ പ്രചരണം നടത്തണം, ആരെയാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നെല്ലാം തീരുമാനിക്കുന്നത്. അതൊക്കെ സാധാരണ രീതിയിൽ തന്നെ ശരിയായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ആദ്യം മുതലേ ഇത് അവസാനിപ്പിക്കണമെന്ന നിലപാടാണ് പ്രതിപക്ഷം എടുത്തത്. പ്രതിപക്ഷത്തിലെ കോൺഗ്രസ് എടുത്താലും BJP എടുത്താലും അവരിതിന് ആദ്യം എതിരായിരുന്നു. അവർ കോടതിയിൽ ഉൾപ്പെടെ പോയി. അപ്പോൾ കോടതി പിന്നീട് ഹൈക്കോടതിയും സുപ്രീം കോടതിയും സമ്മതിച്ചു. അപ്പോൾ പിന്നെ വേറൊന്നും പറയാനില്ല. അതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യം കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ആള് പങ്കെടുത്തില്ല എന്നുള്ള പ്രചരണം തുടങ്ങി. കള്ള പ്രചരണം നടത്തുക, യാതൊരു ഉഴുപ്പുമില്ലാതെ കളവ് പ്രചരിപ്പിക്കുക. ഇതാണ് ഇന്നത്തെ സംഭവം. അല്ല, നമ്മൾ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തത്വശാസ്ത്രവും ഈ ഒരു അമ്പലങ്ങളുമായിട്ടുള്ള ബന്ധവും യോജിച്ചു പോകും? ശരിക്കും യോജിച്ചു പോകും. കാരണം ഇന്ത്യയിൽ മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസികളാണ്. കേരളത്തിലും അതെ. വിശ്വാസികളൊന്നും യഥാർത്ഥത്തിൽ വർഗീയവാദികളല്ല. അല്ല. എത്രയോ വിശ്വാസികൾ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇവിടെ വ്യക്തി ജീവിതം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവരാരും വർഗീയവാദികളാണെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. വർഗീയവാദികൾക്ക് യഥാർത്ഥത്തിൽ വിശ്വാസമില്ല. വർഗീയവാദികൾ വിശ്വാസത്തെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുകയാണ്. എന്നിട്ട് രാഷ്ട്രീയാധികാരത്തിലേക്ക് ചവിട്ടി കടക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് അവർ നടത്തുന്നത്. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് മാർക്സിസ്റ്റുകാർ പ്രവർത്തിക്കുക? വർഗീയതക്കെതിരായി അതിവിപുലമായ ജനസഞ്ചയത്തെ യോജിപ്പിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ബാധ്യതയുള്ള ഒരു സമൂഹത്തിൽ കമ്മ്യൂണിസ്റ്റുകാരായാലും ഇടതുപക്ഷക്കാരായാലും ആരായാലും വർഗീയതക്കെതിരായിട്ട് നിൽക്കുന്ന എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് മുന്നോട്ടേക്ക് പോകേണ്ടത്. അങ്ങനെ മുന്നോട്ടേക്ക് പോകേണ്ടുന്ന വിഭാഗങ്ങളിൽ ഏറ്റവും പ്രബല വിഭാഗം വിശ്വാസികളാണ്. അതാ കാര്യം. അതുകൊണ്ട് മാർക്സിസം ലെനിനിസം അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളല്ല. ഇവിടെ പ്രായോഗിക തലത്തിൽ കേരളത്തിലായാലും ഇന്ത്യയിലായാലും മഹാഭൂരിപക്ഷം വരുന്ന വർഗീയവാദികളല്ലാത്ത മതനിരപേക്ഷ ഉള്ളടക്കമുള്ള മനുഷ്യന്മാരാകെ മിക്കവാറും വലിയൊരു വിഭാഗം വിശ്വാസികളായിട്ട് നിൽക്കുമ്പോൾ വർഗീയതയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയിൽ ഈ വിശ്വാസികൾ ഉൾപ്പെടെയുള്ള മനുഷ്യരെ
മുഖവിലക്ക് എടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് ആ കടമ, ആ ചരിത്രപരമായ നിയോഗം നിർവഹിക്കാൻ സാധിക്കുള്ളൂ എന്നതാണ് പാർട്ടി കാണുന്നത്. ഇതിപ്പോ ഭൂരിപക്ഷ സമുദായത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംഗമത്തിന് മുൻകൈ എടുത്തത് എന്നൊരു ആക്ഷേപം കൂടിയുണ്ട്. അതൊക്കെ തെറ്റായ ആക്ഷേപമാണ്. ഇതേവരെയുള്ള ആക്ഷേപം ന്യൂനപക്ഷ വിഭാഗത്തെ പ്രീണിപ്പിക്കുന്നു. അതായിരുന്നു തീർച്ചയായിട്ടും. ഇപ്പോഴ് ഒരു വലിയ വിഭാഗം ജനത ലോകത്തെമ്പാടും അയ്യപ്പ ഭക്തന്മാരാണ്. തീർച്ചയായിട്ടും. അയ്യപ്പൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, എല്ലാ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശിക്കാൻ സാധിക്കുന്ന ഒരു ക്ഷേത്രം. അങ്ങനെയുള്ള സെക്യുലറായ ഒരു ക്ഷേത്രത്തിനെ സാർവദേശീയവൽക്കരിക്കാൻ സാധിക്കത്തക്ക രീതിയിലുള്ള ഒരു ബന്ധം ലോകത്തുള്ള മുഴുവൻ ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് രൂപപ്പെടുത്താനുള്ള സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത്. അതിനെന്തിനാണ് നമ്മൾ നിഷേധിക്കേണ്ട കാര്യം? അത്രേ ഉള്ളൂ. മാഷിന്റെ പല പ്രസംഗങ്ങളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം അതിൽ പരാമർശിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് പാർട്ടിക്കാർക്ക് വിശ്വാസികളായിക്കൂടാ എന്ന ഒരു ധ്വനി പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതിനേക്കാളും ശരിയായ പ്രയോഗം വിശ്വാസികൾക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർക്ക് ജനാധിപത്യ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിലകൊള്ളാനാവും എന്നുള്ളതാണ്. അവർ വിശ്വാസിയാണോ അല്ലയോ എന്നുള്ളതല്ല. വിശ്വാസികൾക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫലപ്രദമായി ഇടപെടാൻ കഴിയും. അവിടെ ജനാധിപത്യ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിലൊക്കെ നേരിടാൻ പറ്റും. അപ്പോൾ വിശ്വാസികളുടെ താല്പര്യവും അവിശ്വാസികളുടെ താല്പര്യവും എല്ലാവരുടെയും താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ സമൂഹത്തിൽ മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ഒരു ഭരണഘടനാ സംവിധാനത്തിന് കൈകാര്യം ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുള്ളൂ. അതിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ള നിലപാടാണ് ഞങ്ങൾ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് നമുക്ക് കാണുന്നത്, സൊസൈറ്റിയിൽ കാണുന്നത്, ആൾക്കാർക്ക് ഡിപ്രഷൻ അല്ലെങ്കിൽ അവരുടെ വേദനകൾ ഷെയർ ചെയ്യാൻ ആളില്ല എന്ന് പറയുമ്പോഴാണ് പലപ്പോഴും ആൾക്കാർ അമ്പലങ്ങളെയും പള്ളികളെയും ആശ്രയിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ അവർക്കൊരു ആശ്വാസം കിട്ടുന്നെങ്കിൽ നമ്മളായിട്ട് എന്തിന് അതിന് വേണ്ടാന്ന് പറയണം? അല്ല, വിശ്വാസം നിലനിൽക്കുന്നിടത്തോളം കാലം ജനങ്ങൾ ഈ അമ്പലത്തിലായാലും പള്ളിയിലായാലും ചർച്ചിലായാലും എല്ലാം ആളുകൾ പോകുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും പോകുന്നുണ്ട്. ആളുകൾ പോകുന്നത് കൊണ്ടാണ് അതൊക്കെ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ നിലനിൽക്കുമോ? അപ്പോൾ ഇതെല്ലാം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഗൗരവപൂർവ്വം കാണണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ, വിശ്വാസികളുടെ പ്രശ്നം ഉൾപ്പെടെ സമൂഹത്തിൻ്റെ മൊത്തം പ്രശ്നം ഉൾപ്പെടെ എല്ലാം മനസ്സിലാക്കി ഇടപെട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു പാർട്ടി എന്ന രീതിയിൽ CPIM ഇതും കൂടി കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സാധാരണ പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ ഇപ്പോൾ ആരെന്ത് ചെയ്താലും എന്ത് സംഭവിച്ചാലും അത് ആൻസർ പറയേണ്ട ഉത്തരവാദിത്വം സെക്രട്ടറിക്കാണ് എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ചോദിക്കുകയാണെങ്കിൽ അത് മാഷ് വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതെങ്കിലും ഉത്തരം പറഞ്ഞ് രക്ഷപ്പെടുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇത് ഇങ്ങനെ ഒരു കഴിവ് എങ്ങനെ ഉണ്ടാകും? അല്ല, ഉള്ള കാര്യങ്ങളോട് പാർട്ടി നിലപാട് വെച്ചുകൊണ്ട് വിശദീകരിക്കുക എന്നുള്ളതാണ്, അല്ലാണ്ട് എങ്ങനെയും പറഞ്ഞ് രക്ഷപ്പെടുന്നതല്ല. അതായത് ഓരോന്നിൻ്റെയും മേലെ പാർട്ടിക്ക് നിലപാടുണ്ട്. അത് എൻ്റെ നിലപാടല്ല, പാർട്ടിയുടെ നിലപാടാണ് ഓരോന്നും സംബന്ധിച്ച്. ആ നിലപാട് എന്താണ് എന്ന് ഒരു പാർട്ടിയുടെ വക്താവെന്ന നിലയിൽ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിൽ പറയാനുള്ള ബാധ്യത എനിക്കുണ്ട്. അത് പറയാതെ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതൊരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നു. ഉത്തരവാദിത്തം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ആൾക്കാർ അതിന് പല ട്രോളുകളൊക്കെ ഇറക്കുന്നത് കണ്ടിട്ടുണ്ട്. അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല. നെഗറ്റീവായ ഒരു കാര്യത്തെയും ഞാൻ ശ്രദ്ധിക്കാറില്ല. ഇല്ല, ഏതായാലും കൃത്യമായിട്ട് മറുപടി കൊടുക്കും കൃത്യമായിട്ട്. അപ്പൊ നമ്മൾ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഇമാജിനേഷൻ ഉണ്ട്. അദ്ദേഹം സമൂഹം നന്നാക്കാനും അല്ലെങ്കിൽ ആൾക്കാരുടെ വേദനകൾ വന്ന് പറയുമ്പോൾ സഹായിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള ഒരു കാര്യമാണല്ലോ. ഈ അടുത്ത സമയത്തായിട്ട് ചില യുവ നേതാക്കന്മാരിൽ നിന്നും, മാർക്സിസ്റ്റ് പാർട്ടിയുടെ മാത്രമല്ല മറ്റു പാർട്ടികളിൽ നിന്നും ഒരു ആരോപണങ്ങൾ ഉണ്ടായിട്ട് ഇപ്പൊ തന്നെ ഒരു MLA ഇപ്പൊ സഭയിൽ വന്നിരുന്നു. പക്ഷേ അതിനെതിരെ പ്രതിഷേധം ഉണ്ടായെങ്കിലും അത്രത്തോളം പ്രതിഷേധിക്കാൻ പറ്റിയോ എന്നുള്ളൊരു സംശയമുണ്ട്. അല്ല, ഈ പ്രതിഷേധിക്കുക എന്ന് പറയുന്നത് എങ്ങനെ പ്രതിഷേധിക്കുന്ന ഉദ്ദേശിക്കുന്നത്? കായികമായ ആക്രമണത്തിലൂടെ പ്രതിഷേധിക്കലാണോ? അല്ലല്ല, ഒരിക്കലും. കേരളീയ സമൂഹത്തിലെ ജീർണമായ ഒരു മുഖമാണ് ഈ MLA-യുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത്. അതിൻ്റെ എല്ലാ തെളിവ് സംവിധാനം പുറത്തു വന്നത് അവർ തന്നെയാണ് പറഞ്ഞത്.
ഗർഭചിത്രം ഉൾപ്പെടെയുള്ളതാണ് പ്രശ്നം. ഇത്ര ജീർണമായ ഒരു അവസ്ഥ വന്നിട്ടും കോൺഗ്രസിന് ശരിയായ നിലപാട് സ്വീകരിക്കാനാവുന്നില്ല. മാത്രമല്ല, ശരിയായ നിലപാട് സ്വീകരിക്കണമെന്ന് പറയുന്നവർക്കെതിരായിട്ടുള്ള സൈബർ ആക്രമണം നടക്കുകയാണ് അതിൻ്റെ അകത്ത് തന്നെ. അതിൻ്റെ പ്രതികളുടെ കൂട്ടത്തിൽ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഉണ്ടെന്ന് അദ്ദേഹം തന്നെ പറയുകയാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ജീർണ മുഖം അതാണ് യഥാർത്ഥത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ ഞങ്ങൾ പ്രതിഷേധിക്കാൻ പുറപ്പെട്ട് ശാരീരികമായ ആക്രമണത്തിലേക്ക് പോയി ഒരു വഴി വേറെ ഭാഗത്തേക്ക് തിരിച്ചു വിടേണ്ട ഒരു ഉദ്ദേശവും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അതുകൾ ജനങ്ങളുടെ മുമ്പിലുണ്ട്. ഓക്കെ, ആ ജീർണമായ മുഖം അവരെ സംബന്ധിച്ചിടത്തോളം അവർ കാണുന്നുണ്ട്. അത് കാണുന്നതാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതിഷേധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്കം വർദ്ധിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള ആൾക്കാർ മിക്ക പാർട്ടികളിലും ഉണ്ടാവാം. അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചിട്ടും ഒരു പൊതുജനങ്ങൾക്കൊരു അവയർനെസ് കൊടുക്കണമെങ്കിൽ എന്താ? അതിലിത്രയേ ഉള്ളൂ. തെറ്റായ പ്രവണതകൾ ഉണ്ടാവാൻ കാരണം ഈ ലക്ഷക്കണക്കിന് മനുഷ്യന്മാരുടെ പാർട്ടിയല്ലേ, ഏത് പാർട്ടിയായാലും. പക്ഷെ ആ പ്രവണത ഉണ്ടായാൽ അതിനോട് നമ്മൾ എടുക്കുന്ന നിലപാട് എന്താണെന്നതാണ് പ്രശ്നം. അതാണ് കാണേണ്ടത്. ഒരാൾ തെറ്റായ നിലപാട് സ്വീകരിച്ചു. ആ തെറ്റായ നിലപാട് സ്വീകരിച്ചാൽ ആ തെറ്റായ നിലപാടിൻ്റെ വക്താവിനെ സംരക്ഷിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് പലപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ്. ഒരു ബോംബ് വീഴാൻ പോകുന്നുണ്ട് എന്ന് പറയുണ്ടായി വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ്. ഞാൻ പറഞ്ഞു, ആ ബോംബ് നിങ്ങളുടെ UDF-ലും കോൺഗ്രസും തന്നെയാണ് വന്ന് വീഴുക, ഞങ്ങൾക്കതിൽ ഒന്നും ഭയപ്പെടാനില്ല. തെറ്റായ ഒരു പ്രവണതയെയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന പ്രശ്നമില്ല. തെറ്റാണെന്ന് തോന്നുന്ന നിലപാടുകൾ എടുക്കുന്ന ആരെയും സംരക്ഷിക്കുകയും ചെയ്യില്ല. ഫലപ്രദമായ നിലപാട് സ്വീകരിക്കും. ഇതിനിടെ ഒരു പ്രശ്നം വന്നല്ലോ, ഒരു കൗൺസിലർ പണം വാങ്ങുന്നു എന്ന രീതിയിലുള്ള ഒരു വാർത്ത വന്നു. ഞങ്ങൾ 3 മണിക്കൂർ കൊണ്ട് അദ്ദേഹത്തെ രാജിവെപ്പിക്കുകയും അതുപോലെ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഇതാണ് ഞങ്ങളുടെ നിലപാട്. ഞങ്ങളിങ്ങനെയുള്ള ഒന്നിനെയും സംരക്ഷിച്ച് നിർത്തുന്ന സമീപനം സ്വീകരിക്കുന്ന പ്രശ്നമില്ല. ഇപ്പോൾ ഇന്ന് BJP-യുടെ ഒരു കൗൺസിലർ മരിച്ചതും ആത്മഹത്യ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഉയർന്നു വന്നിരിക്കുകയാണ്. BJP നേതാക്കന്മാരോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടും നിങ്ങളൊന്നും ഇടപെട്ടില്ലല്ലോ എന്നാണ് ആ ഭാര്യ, മരിച്ച കൗൺസിലറുടെ ഭാര്യ അവരോട് തന്നെ പറയുന്നത്. ഇതിനു മുമ്പേ പറഞ്ഞു പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നിട്ട് നിങ്ങൾ ഇടപെട്ടില്ലല്ലോ. അതുകൊണ്ടല്ലേ എൻ്റെ ഭർത്താവ് മരിക്കാനിടയായത് എന്ന കാര്യം രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള BJP നേതാക്കന്മാരോട്, ജില്ലാ പ്രസിഡന്റിനോടും സംസ്ഥാന പ്രസിഡന്റിനോടും അതുപോലെ തന്നെ അതിന് ശേഷം പോയ മുരളീധരനോടും ഒക്കെ പറയുന്ന കാര്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്, വാർത്ത വന്നിട്ടുണ്ട്. അവർ പറഞ്ഞു. അപ്പം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ നേതാക്കന്മാർ നേരിട്ട് ഇടപെടുന്നിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമായിരിക്കും. അത് ഈ പറഞ്ഞ ആത്മഹത്യയിലേക്ക് എത്തും. ചിലപ്പോൾ നേരത്തെ കണ്ടതുപോലെയുള്ള തികച്ചും തെറ്റായ നിലപാട് സ്വീകരിക്കുന്നവർ പാർട്ടിയുടെ ഉന്നതമായ നിലയിൽ തന്നെ നിലനിൽക്കും. ഇതൊക്കെ ഒഴിവാക്കണമെങ്കിൽ ശരിയായ നിലപാട് സ്വീകരിക്കണം. അല്ല, ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അവർ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നത് നിങ്ങളുടെ പാർട്ടിയിൽ ഇത്തരത്തിൽ ആരോപിക്കപ്പെട്ട ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരോപണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പലരും ആരോപണം ഉണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം നമുക്ക് നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല. വസ്തുതാപരമായ കാര്യം വേണം. ആ വസ്തുതാപരമായ കാര്യം വരികയും അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഒരാൾ പേര് കേസുണ്ട്, നിങ്ങളുടെ പേര് കേസുണ്ടായി, അല്ല എൻ്റെ പേര് കേസുണ്ടായി. കേസുണ്ടായതുകൊണ്ട് മാത്രം നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല. ആ കേസിൻ്റെ മേലെ കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഉറച്ച നിലപാടിലേക്ക് കോടതി എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ സ്വാഭാവികമായിട്ടും അവരെ ഒന്നും സംരക്ഷിക്കൂല. നേരെ മറിച്ച് കേസുണ്ട് എന്ന് പറഞ്ഞിട്ട് കേസ് വന്നാൽ മുഴുവൻ ആളെയും പുറത്താക്കാൻ പുറപ്പെട്ടാൽ പിന്നെ നിലനിൽക്കാൻ പറ്റുമോ? വസ്തുതാപരമായിട്ട് പരിശോധിച്ച് മാത്രമേ നിലപാട് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അതിപ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ 2 MLA-മാർ അവിടെ ഉണ്ടല്ലോ, ജയിലിൽ കിടന്നവരും കേസായി നിൽക്കുന്നവരും ഉണ്ടല്ലോ ഇതേ വിഷയത്തിൻ്റെ ഭാഗമായിട്ട്. അവരോടൊന്നും രാജിവെക്കാൻ ഞങ്ങൾ വേണ്ടില്ല. കാരണം അത് കേസ് തീരുന്നതോടുകൂടി കൃത്യമായിട്ട് ഇത് പ്രശ്നം അതല്ല. ഇത് ഇരയാക്കപ്പെട്ടവർ ലോകം മുഴുവൻ കാണത്തക്ക രീതിയിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഗർഭചിത്രത്തിൻ്റെ ഉൾപ്പെടെ പ്രശ്നം, നിന്നെ കൊല്ലും എന്ന് പറഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യം. അപ്പോൾ ഒരു തെളിവും വേറെ വേണ്ട. ഇനി എല്ലാം നമ്മുടെ മുമ്പിൽ തന്നെ പകൽ വെളിച്ചം പോലെ കിടക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഇതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. അത് രാജ്യം മുഴുവൻ കാണുന്നുണ്ട്, ജനങ്ങൾ മുഴുവൻ കാണുന്നുണ്ട്. അവർ വിലയിരുത്തട്ടെ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് കോൺഗ്രസ് നിലപാട് സ്വീകരിക്കണം എന്നാണ്. അല്ലാണ്ട് രാജിവെക്കണം ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് നിലപാട് സ്വീകരിക്കട്ടെ, അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതാണ് നല്ലത്. അപ്പോൾ രാജ്യം മുഴുവൻ, കേരളം മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് രാജിവെക്കണം എന്ന അഭിപ്രായത്തിലേക്ക് വന്നു.
തീർച്ചയായിട്ടും അതാ കാര്യം. തീർച്ചയായിട്ടും. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ആ നിലപാട് സ്വീകരിച്ചു. അത്രയേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് ഇപ്പോൾ കേരളത്തിൽ പറയുകയാണെങ്കിൽ 3 പ്രധാന പാർട്ടികളാണുള്ളത്. ഒന്ന് ഇടതുപക്ഷം, വലതുപക്ഷം, പിന്നെ BJP. ഇപ്പോൾ നമ്മൾ BJPയിൽ രാജീവ് ചന്ദ്രശേഖരാണ് നയിക്കുന്നത്. അദ്ദേഹം ഒരു കോർപ്പറേറ്റ് സ്റ്റൈലാണ് ഇപ്പൊ അതിന് അയാൾ കോപ്പറേറ്റ് ആണ്. കോർപ്പറേറ്റ് സ്റ്റൈലാണ് ശൈലി മാത്രമല്ല. ചെയ്യാൻ പോകുന്നത്. അത് അങ്ങനെ ഒരു കോർപ്പറേറ്റ് സ്റ്റൈലില് ഒരു പാർട്ടി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത്തരം തീരുമാനങ്ങളെ എങ്ങനെയാണ് നമ്മളെപ്പോലെയുള്ള പാർട്ടി നേതാക്കന്മാർ നോക്കിക്കാണുന്നത്? അല്ലെങ്കിൽ നമുക്ക് അതിനൊരു എന്തെങ്കിലും ഒരു പ്രഷർ അതിൽ നിന്നുണ്ടാവുന്നു? കേരളത്തിന് ഒരു പാരമ്പര്യമുണ്ട്. ദേശീയ പ്രസ്ഥാനം മുതൽ നവോത്ഥാന പ്രസ്ഥാനം മുതൽ തന്നെ എടുത്താൽ ഒരു പാരമ്പര്യമുള്ള സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ വലിയ മുതലാളിമാർ പാർട്ടിയുടെ ഉന്നത തലങ്ങളിലേക്ക് വരിക എന്നുള്ളത് ഒരു പാർട്ടിയിലുമില്ല. ഇപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെ ചോദിച്ചാൽ അവരാണല്ലോ ബൂർഷ്വാ പാർട്ടി എന്ന് നമ്മൾ പറയുന്നത്. ആ ബൂർഷ്വാ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നവരാരും യഥാർത്ഥത്തിൽ ബൂർഷ്വകളല്ല, അല്ലെ മുതലാളിമാരല്ല. അവരുടെ താല്പര്യം സംരക്ഷിക്കുന്ന രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നവരാണ് കോൺഗ്രസ്. അത് ഇന്ത്യയിലാകെ അതിന് ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷെ കേരളത്തിൻ്റെ ഒരു പാരമ്പര്യം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ താഴെ തലം മുതൽ പ്രവർത്തിച്ച് വന്ന ഒരു കൂട്ടം നേതാക്കൾ തന്നെയാണ് രാഷ്ട്രീയ രംഗത്തെല്ലാം ഉള്ളത്. ഞങ്ങളെപ്പറ്റി പിന്നെ ഞങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. തീർച്ചയായിട്ടും. സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ പോലും ഇല്ലാതെ ഒരു പുതിയ സംസ്കാരം ഇപ്പോൾ കേരളത്തിൽ വന്നിരിക്കുകയാണ്. അത് ഉത്തരേന്ത്യയിലൊക്കെ കാണുന്ന പോലെ കോർപ്പറേറ്റ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ പാർട്ടി നയിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെടുന്നു. അതാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ അവസ്ഥ. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിലല്ല, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർപ്പറേറ്റ് എന്ന രീതിയിലാണ് കേരളത്തിലെ പാർട്ടിയെ നയിക്കാൻ വേണ്ടി BJP തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ അകത്ത് തന്നെ അതിൻ്റെ വൈരുദ്ധ്യങ്ങളും പ്രശ്നങ്ങളും നല്ലതുപോലെ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പത്രവാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാർട്ടിക്കകത്ത് BJPക്ക് അകത്ത് തന്നെ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ആയിട്ടുള്ള നമ്മൾ കാണുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പുതിയ ജനറേഷനിലുള്ള ആൾക്കാർ പാർട്ടിയിലേക്ക് വരുന്നുണ്ടോ വരുന്നില്ലേ എന്നുള്ളതാണ്. കാരണം ഞാനിത് ചോദിക്കാനൊരു പ്രത്യേക കാരണമുണ്ട്. ഇപ്പൊ യൂറോപ്പിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ UK-യിലുള്ള പുതിയ തലമുറയിൽ അവിടെ ജനിച്ചു കൊള്ളുന്ന ആരും അതിൽ പാർട്ടിയിലേക്ക് വരുന്നില്ല. അതുകൊണ്ടാണ് വിദേശത്തു നിന്ന് വരുന്ന ആൾക്കാർ അവിടുത്തെ പാർട്ടിയുടെ ഉന്നത തലങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിക്കയറുന്നത്. അത്തരത്തിലുള്ളൊരു സംസ്കാരം ഈ നമുക്ക് പുതിയ പാർട്ടിയിലേക്ക് മെമ്പർഷിപ്പ് യങ്സ്റ്റേഴ്സ് വന്നില്ലെങ്കിൽ നമ്മളും ആ രീതിയിലാവി തീരത്തില്ലേ? അല്ല, ഞങ്ങൾക്ക് യങ്സ്റ്റേഴ്സ് വരാതിരിക്കുന്ന പ്രശ്നം കേരളത്തിൽ CPM-നെ സംബന്ധിച്ചില്ല. പുതിയ തലമുറ വളരെ സജീവമായിട്ട് CPM-മായി ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് പോകും. ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിലെ പുതിയ തലമുറയിലെ ഏറ്റവും വിപ്ലവകരമായ നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനം വിദ്യാർത്ഥി പ്രസ്ഥാനം SFI ആണ്. കേരളത്തിലെ കോളേജുകളിൽ അതുപോലെ തന്നെ സർവകലാശാല സെൻറ്ററുകളിൽ ഉൾപ്പെടെ എല്ലാ കേന്ദ്രങ്ങളിലും മിക്കവാറും SFI ആണ് അതിൻ്റെ നേതൃത്വത്തിലുള്ളത്. SFI ഏറ്റവും ശക്തമത്തായ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ട് നിലനിൽക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഭാവിയിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായിട്ട് വരേണ്ടുന്ന വലിയൊരു വിഭാഗം SFI അതുപോലെ തന്നെ യുവജന പ്രസ്ഥാനങ്ങൾ വഴി ഇപ്പോഴും നല്ലതുപോലെ മുമ്പോട്ടേക്ക് വരുന്നുണ്ട്. ആയിരക്കണക്കിന് കേഡർമാർ സ്വാഭാവികമായിട്ടും വരുന്നുണ്ട്. അതൊന്നും വരുന്നില്ല എന്ന് പറയുന്നത് തെറ്റായ ഒരു കാഴ്ചപ്പാടാണ്. അല്ലാണ്ട് വരുന്നില്ല എന്നുള്ളത് വരുന്നുണ്ട്, കേരളത്തെ സംബന്ധിച്ച് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ലോകത്തുള്ള എല്ലാവരും സമ്മതിക്കുന്ന മറ്റൊരു കാര്യമാണ്, കേരളത്തിൽ നിന്ന് പഠിച്ചു വരുന്ന ചെറുപ്പക്കാരെല്ലാം കേരളം വിട്ടുപോകുന്നു. എല്ലാം വിട്ടുപോകുന്നില്ല, കുറെ ആൾ വിട്ടുപോകുന്നുണ്ട്, കൂടുതൽ ആൾക്കാർ വിട്ടുപോകുന്നു എന്നുള്ളതാണ്. കാരണം അതിനൊരു കാരണം ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ഒരുപക്ഷെ മാറ്റേണ്ട കാലം കഴിഞ്ഞിട്ടുണ്ടാവും. അതൊന്നുമല്ല കാര്യം. ഇവിടുത്തെ വിദ്യാഭ്യാസ സംവിധാനം കൊണ്ടാണ് ആൾ പോകുന്നത്. ഇല്ലെങ്കിൽ ആരും പോവും. അത്രയും നല്ലത് UP നിന്ന് പോവാതെ, എന്താ മധ്യപ്രദേശിൽ നിന്ന് പോവാതെ, എന്താ രാജസ്ഥാനിൽ നിന്ന് പോവാതെ, എന്താ ഈ കേരളത്തിൽ നിന്ന് മാത്രം പോകുന്നത്? ഈ പ്രവാസി മനസ്സോടുകൂടി കേരളത്തിൽ നിന്ന് പോകുന്നത് എന്തുകൊണ്ടാണ്? അതിന് കാരണമുണ്ട്. ആ കാരണം നമ്മൾ പലപ്പോഴും മറച്ചു വെക്കുകയാണ്. 57 സഹ VMS-ന്റെ ഗവൺമെൻറ്, ലോക ചരിത്രത്തിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്, പാർലമെൻ്ററി സിസ്റ്റത്തിലൂടെ എന്ന് പറയാൻ ജനസമ്മതിയോടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നത് ലോകത്ത് ആദ്യമായിട്ട് കേരളത്തിലാണ്. അത് 57-ലാണ്. 57 EMS-ന്റെ ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് തീരുമാനിച്ചു, നമ്മുടെ തലമുറ മുന്നോട്ടേക്ക് പോകണമെങ്കിൽ ഒന്ന് അവർക്ക് നിൽക്കാൻ ഒരിടം വേണം,
എന്ന് പറഞ്ഞാൽ അതുവരെ ജന്മിത്വമാണല്ലോ. അതെ. ഭൂമിയെല്ലാം അവരതാണ്. കുടികിടക്കുന്നവനവിടെ കിടക്കും എന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല. ഭൂമിയിൽ കൃഷി ചെയ്യുന്നവന് ആ ഭൂമിയിൽ കൃഷി ചെയ്യാൻ കഴിയും എന്നുള്ളതിന് ഉറപ്പില്ല. അപ്പോൾ ആദ്യത്തെ 5-ാമത്തെ ദിവസം ഗവൺമെൻറ് ഒരു ഓർഡിനൻസ് ഇറക്കി. 1957 ഏപ്രിൽ 5-നാണ് സത്യപ്രതിജ്ഞ. 11-നാണ് ഇറക്കിയത് ഓർഡിനൻസ്. കുടി ഒഴിപ്പിക്കരുത് എന്നതാണ്. കുടി ഒഴിപ്പിക്കരുത്. ഓക്കെ. അതോടെ നിൽക്കാനൊരു ഇടം കിട്ടി. നിൽക്കാൻ ഇടം കിട്ടിയാൽ അവനാണ് തൻ്റെ അടി, തനിക്കിടം. അങ്ങനെയുള്ളവരാണ് തൻ്റെ അടിയായിട്ട് മാറുക. ഇന്ത്യയിൽ ഇന്നും ഈ ഇടം കിട്ടിയില്ല. ഓക്കെ. 57 കിട്ടിയുടെ. അതോടൊപ്പം തന്നെ പറഞ്ഞു എല്ലാ കുട്ടികളും സ്കൂളിലേക്ക് പോകണം. അപ്പോൾ പട്ടിണിയും അർദ്ധപട്ടിണിയാണ് കേരളത്തിൽ 57. ഓക്കെ. അത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി അതാണ്, കേരളത്തിൻ്റെ സ്ഥിതി തന്നെയാണ്. ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ആ കുട്ടികളോട് EMS മുണ്ടശ്ശേരിയും പറഞ്ഞു സ്കൂളിലേക്ക് പോകണം. അപ്പോൾ സ്കൂളിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഒന്നും ആൾ സ്കൂളിൽ പോകില്ല. അപ്പോൾ സ്കൂളിലൊരു കാര്യം തീരുമാനിച്ചു. ചോറ് കൊടുത്തു, കഞ്ഞി കൊടുത്തു, ഉച്ചക്കഞ്ഞി. ആ. അതോടുകൂടി കുട്ടികൾ സ്കൂളിലേക്ക് പോയി. രക്ഷിതാക്കൾ സ്കൂളിലേക്ക് അയക്കുകയും ചെയ്തു. കാരണം വീട്ടിൽ പട്ടിണിയാണ്. അതെ. അപ്പോൾ ഉച്ചക്കെങ്കിലും ഒരു നേരം എൻ്റെ കുട്ടികൾക്ക് കുട്ടികൾക്ക് ആഹാരം കിട്ടുമല്ലോ എന്നുള്ള ധാരണയിലാണ് അവർ പഠിപ്പിക്കാൻ പുറപ്പെട്ടത്. എന്നിട്ട് ആ തലമുറ കഴിഞ്ഞ് അതിൻ്റെ തൊട്ട തലമുറയും കഴിഞ്ഞ് ഇപ്പം 3-ാമത്തെ തലമുറയാണ്. 57 മുതൽ ഇങ്ങോട്ട് കാലം മാറി. ഞാൻ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട പോയിന്റ്, ഈ 57 തുടങ്ങി 2025 ഇപ്പോഴത്തെ തലമുറ എല്ലാ വീട്ടിലും അഭ്യസ്തവിദ്യരായ യുവാക്കളാണ്. തീർച്ചയായിട്ടും. ഇത് ലോകത്ത് വേറെ എവിടെയില്ല. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തുമില്ല. കാരണം അവിടെയെല്ലാം അഭ്യസ്തവിദ്യരുണ്ട്. അവരെല്ലാം പ്രമാണിമാരുടെ മക്കളാണ്. വലിയ പ്രമാണി കൃഷിഭൂമിയുടെ ഭൂപ്രമാണിൻ്റെ ഉദ്യോഗസ്ഥ പ്രമാണിമാരുടെ ഒക്കെ മക്കളാണ് ഉന്നത വിദ്യാഭ്യാസമുള്ളത്. ഇവിടെ ഏത് പട്ടികജാതി കുടുംബത്തിലും ഏത് പാവപ്പെട്ട മനുഷ്യൻ്റെ വീട്ടിലും ഇന്ന് നിലവിലുള്ള തലമുറ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ളവരാണ്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ളവർക്ക് ലോകത്ത് പോകാനുള്ള ഭൗതിക സാഹചര്യം ഒരുക്കിയത് കേരളത്തിലെ ഈ വിദ്യാഭ്യാസ സംവിധാനവും ഗവൺമെൻറ് സംവിധാനവും കൊണ്ടാണ്. അതാ പ്രത്യേകത. നമ്മളതിനെ അങ്ങനെയാണ് കാണേണ്ടത്. അല്ലാണ്ട് ഇവിടെ നിന്നെല്ലാം ആൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് പറഞ്ഞിട്ടല്ല. അതിന് രണ്ട് വാദങ്ങളുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അത്രയും ഓപ്പൺ അല്ലാത്തത് കൊണ്ട്. കാരണം ഇപ്പൊ നമ്മൾ ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായത്തെ നോക്കിക്കഴിഞ്ഞാൽ വൈസ് ചാൻസലേഴ്സ് ഒന്നും ഇല്ലെന്നാ പറയുന്നത്. വൈസ് ചാൻസലർ ഇവിടെ കളിക്കുകയാണ് BJPക്ക് വേണ്ടി. വൈസ് ചാൻസലർ ഇല്ലായിട്ടല്ല, ഏത് വൈസ് ചാൻസലർ ഉണ്ടാക്കാനുള്ള എല്ലാ ശേഷിയും കേരളത്തിലുണ്ട്. എത്ര വൈസ് ചാൻസലർമാർ വേണമെങ്കിലും, അത്ര വിദ്യാഭ്യാസം ഉള്ളവർ കൂടിയുണ്ട്. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കാവ്യവൽക്കരണത്തിൻ്റെ അജണ്ട വെച്ചുകൊണ്ട് ഗവർണർമാർ വന്നിട്ട് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഇടപെടുകയാണ്. ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെ വിധിക്കെതിരായിട്ട് വിധി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോടതിയിലേക്ക് ഈ ഗവർണർമാർ പോവുകയാണ്. ഗവർണർ പോയിട്ട് ആ പൈസ ഞങ്ങൾ കൊടുക്കണം എന്ന് ഇപ്പോൾ സിൻഡിക്കേറ്റിനോട് പറയുകയാണ്. 11.5 ലക്ഷം രൂപ കൊടുക്കണമെന്ന് ഈ പുതിയ ഗവർണർ പറഞ്ഞിരിക്കുകയാണ്. അല്ല, ഗവർണറാണല്ലോ ചാൻസലറാണ്. അതുകൊണ്ട് ചാൻസലർക്ക് പൈസ കൊടുക്കാൻ വകുപ്പൊന്നുമില്ല. അങ്ങനെ ഒരു വകുപ്പേ ഇല്ല സിൻഡിക്കേറ്റിൻ്റെയോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിൻ്റെയോ ഭാഗമായിട്ട്. അപ്പോൾ 5.5 ലക്ഷം രൂപ നിങ്ങൾ തരണം എന്ന് 2 യൂണിവേഴ്സിറ്റിയോട് പറഞ്ഞിരിക്കുകയാണ്. അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ വകുപ്പില്ല. ഇനി വകുപ്പ് പറഞ്ഞാൽ നമുക്ക് നോക്കാന്നാ. ഏത് വകുപ്പ് പറയാനാ? അല്ല, ഈ ഗവർണറുമായിട്ടുള്ള ഒരു വെർബലായിട്ടുള്ള ഒരു യുദ്ധമുണ്ടല്ലോ. ഒരു യുദ്ധമില്ല. ഗവർണർ ഭരണഘടനാ വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നതാണ് പ്രശ്നം. അല്ലാണ്ട് ഇവരുടെ യുദ്ധം വന്നിന് അവർ ഭരണഘടനാപരമായി പ്രവർത്തിക്കട്ടെ, അതോടുകൂടി യുദ്ധം അവസാനിക്കില്ലേ? അതുകൊണ്ട് ആർക്കാ നേട്ടം? ഗവർണർക്കാണോ നമുക്കാണോ? അതിന്റെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് BJP. അല്ലാണ്ട് ഗവർണർക്ക് എന്ത് തോന്നി? ഗവർണർ ഒരു യുദ്ധം മാത്രമാണ്. BJPയുടെ അജണ്ട ചെയ്ത് ഉന്നത വിദ്യാഭ്യാസം കാവ്യവൽക്കരിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാ പ്രശ്നം. അതിന് വഴങ്ങാനൊന്നും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് ചെയ്യാറില്ല. അല്ല, അങ്ങനെയും ഒരു സൈഡ് പറയുന്നുണ്ട്. അങ്ങനെ സൈഡ് പറയുന്നതല്ല, അതാണ് പൂർണ്ണമായിട്ട് ശരി. BJP രാഷ്ട്രീയം, വർഗീയ രാഷ്ട്രീയം കേരളത്തിലെ പുതിയ തലമുറയിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പാഠപുസ്തകം ഉൾപ്പെടെയുള്ള എല്ലാറ്റിൻ്റെ അകത്ത് ഇടപെടാനുള്ള ഒരു ശ്രമമാണ് വൈസ് ചാൻസലർമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്താൻ ശ്രമിക്കുന്നത്. ആ ശ്രമത്തിന് കേരളം നിന്നു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതിശക്തിയായ രീതിയിലുള്ള ഈ മേഖലയിൽ ഉണ്ടാകുന്ന സംഘർഷത്തിൻ്റെ പ്രശ്നം. സംഘർഷം ഞങ്ങൾ ഉണ്ടാക്കുന്നതല്ല, ഗവർണർമാർ ഭരണഘടനാ വിരുദ്ധമായി ഉണ്ടാക്കുന്നതാണ്. അതാ പ്രശ്നം. അത് ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്ന കുട്ടികളെ ബാധിക്കുന്നുണ്ട്. അത് ബാധിക്കാതിരിക്കാനാണ് ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടല്ലേ സുപ്രീം കോടതി വരെ പോയത്. അതുകൊണ്ട് ഇപ്പോൾ ശരിയായിട്ടുണ്ട്.
വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിന് വേണ്ടിയുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനും അതിന് കോടതി തന്നെ ഒരു പുതിയ ജഡ്ജിയെ നിശ്ചയിച്ചു കൊടുക്കുകയും മുഖ്യമന്ത്രിക്ക് ലിസ്റ്റ് അനുസരിച്ച് നിയമിക്കാം എന്നിപ്പോൾ ഓർഡർ വരികയും ചെയ്തിരിക്കുകയാണ്. അതോടുകൂടി ഇവർ ഉദ്ദേശിച്ച കാര്യം നടക്കില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് അതായി ഇപ്പോഴുള്ള അവസാനത്തെ സ്ഥിതി. ഏതായാലും അതിനൊരു പരിഹാരം ഉടനെ കാണും. പരിഹാരമായി. ഇനി വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ പറ്റും. നമുക്കിവിടെ വൈസ് ചാൻസലർമാരെ കിട്ടാതെ ഒരു പ്രശ്നം കേരളത്തിൽ ഇല്ല. തീർച്ചയായിട്ടും ഇല്ല. അത്രയും വിദ്യാഭ്യാസമുള്ള ഇഷ്ടംപോലെ വിദ്യാഭ്യാസമുള്ളവരുണ്ട്. ഇവിടെയുണ്ട്, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും. നമുക്കിപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ ജനാധിപത്യ മുന്നണിക്ക് ഒരു മൂന്നാം തുടർ ഭരണം പ്രതീക്ഷിക്കുന്നു. അല്ലാതെ വേറെ ഏത് മുന്നണിയാ കേരളത്തിൽ? ആർക്കെങ്കിലും സങ്കല്പിക്കാൻ ഒരു മുന്നണിയുണ്ടോ? കുറെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലാതെ മൂന്നാം ഘട്ടത്തിലേക്ക് പോകാൻ വേറെ ഏത് മുന്നണി? ഇവിടെ മുന്നണിയില്ല. കോൺഗ്രസും ലീഗുമാണ്. ലീഗാണ് യഥാർത്ഥത്തിൽ ഭരിക്കുന്നത്. ലീഗാണ് യഥാർത്ഥത്തിൽ UDFന്റെ നേതൃത്വം. കോൺഗ്രസിൻ്റെ അകത്ത് മുഴുവൻ കുഴപ്പമില്ലേ? കോൺഗ്രസിൻ്റെ അകത്ത് മുഖ്യമന്ത്രിയാവാൻ നടക്കുന്ന ആരൊക്കെയാ? ഒന്ന് VD സതീശൻ ഒരിക്കലും ആക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ആര്? രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയും VD സതീശനെ ആക്കാൻ പറ്റില്ല എന്നാണ് മുരളി. ഒരു ഘട്ടം വരെ മുമ്പ് തരൂരും അത് തന്നെയായിരുന്നു. തരൂരിപ്പോൾ ഏതാണ്ട് പത്രമില്ല. പക്ഷെ ഇതിൻ്റെ എല്ലാം അപ്പുറത്ത് ഒരാളുണ്ട്. അത് KC വേണുഗോപാലാണ്. അതെ. ഇവരെല്ലാം കൂടി ചേർന്ന് എങ്ങനെ മുന്നണിയാവാനാണ്? ഇവരാരാവണം? മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഒരു വ്യക്തിത പോലും ഇപ്പം കൊടുക്കാൻ പറ്റിയോ ഇതുവരെ? സാധിക്കുന്നതല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയാണ്. ഇവർക്ക് ജനങ്ങളുടെ പ്രശ്നം, ജനങ്ങളുടെ ജീവിതം, ജനങ്ങളുടെ വികസനം ഉൾപ്പെടെയുള്ള ഒരു കാര്യത്തിലും ഒരു ശ്രദ്ധിക്കാൻ അത്രയും ഉണ്ടായിട്ടില്ല. ഇനിയോട്ടുണ്ടാകാനും പോകുന്നില്ല. ഞങ്ങൾ ഈ കേരളത്തെ മൂന്നാം ടേമിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ലോകത്തെ വികസിതവും അർദ്ധവികസിതവുമായ രാജ്യത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് മൂന്നാമത്തെ മുഖ്യമന്ത്രിയാവാനും മന്ത്രിയാവാനും അല്ല. ലോക നിലവാരത്തിലേക്ക് കേരളത്തെ ഉയർത്തുക, തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള പ്രശ്നം ഇവിടെ പരിഹരിക്കുക. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായിട്ട് കേരളം മാറുകയാണ് നവംബർ 1-ന്. അത് ഗവൺമെന്റ് പ്രഖ്യാപിക്കാൻ പോവാണ്. ഈ നവംബർ 1-ന് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനം അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുക എത്ര പതിറ്റാണ്ട് വേണ്ടി വരും ഇനി? അപ്പോഴാണ് കേരളം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അതിദാരിദ്ര്യം ഇല്ല. ഇപ്പോൾ ചൈനീസ് ഡെലിഗേഷൻ വന്നിരുന്നു ഇവിടെ ഞങ്ങളെ ഓഫീസിൽ. ഞങ്ങളോട് ചോദിച്ച ചോദ്യം അതാണ്. ഞങ്ങൾ 2000 കഴിഞ്ഞപ്പോഴാണ്, 2025 ഈ 2020 ഘട്ടത്തിലാണ് ഞങ്ങൾ അതിദാരിദ്ര്യം അവസാനിപ്പിച്ചത്. ഇവിടെ ചൈനയിൽ 49-ൽ വിപ്ലവം നടത്തിയിട്ട് വിപ്ലവ ചൈനയിൽ, ജനകീയ ചൈനയിൽ അതിദാരിദ്ര്യം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുന്നതിന് ഞങ്ങൾക്ക് ഇത്രയും കാലം എടുക്കേണ്ടി വന്നു. നിങ്ങൾക്ക് എങ്ങനെയാണ് കേരളത്തിൽ അതിദാരിദ്ര്യം അവസാനിപ്പിക്കാൻ സാധിച്ചത് എന്ന് ചൈനീസ് ഡെലിഗേഷൻ ഞങ്ങളെ പാർട്ടി പ്രവർത്തകരോട് ഞങ്ങളോട് ചോദിക്കുന്ന നിലയുണ്ടായി. അതൊരു അത്ഭുതമാണ് ലോകത്തിൻ്റെ മുമ്പിൽ. അതുകൊണ്ട് കേരളം ഇന്ത്യക്ക് മാതൃകയല്ല, ലോകത്തിന് തന്നെ മാതൃകയാകുകയാണ്. ഇപ്പോൾ മരണനിരക്ക് കുട്ടികളുടെ, പ്രത്യേകിച്ച് ശിശുമരണനിരക്ക് ഇന്ന് ലോകത്തെ ഏറ്റവും ശക്തിയുള്ള രാജ്യം എന്ന് പറയുന്ന അമേരിക്കയെക്കാളും മുമ്പിലാണ് നമ്മൾ. അവിടെ 5.6 നമ്മൾ 5. ശിശുമരണനിരക്കിൻ്റെ അകത്ത് ലോകത്ത് തന്നെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം നമ്മുടെ നാട് മാറിയിരിക്കുകയാണ്. ഇന്ത്യൻ മാതൃകയല്ല, ലോകത്തിൻ്റെ മുമ്പിലെ മാതൃകയാണ്. ആയുസിൻ്റെ കാര്യത്തിൽ ലോകത്തിന് മുമ്പിലല്ലേ നമ്മളുള്ളത്. ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഏത് രാജ്യത്തിൻ്റെയും മുമ്പിലല്ലേ. പിന്നെ ആതുര ശുശ്രൂഷ ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ ചിത്രം, ജനകീയ ആരോഗ്യ പ്രസ്ഥാനം. കോവിഡ് വന്നപ്പോൾ മനസ്സിലായല്ലോ ലോകത്തെമ്പാടുമുള്ള മലയാളി എങ്ങനെയാണ് കേരളത്തിലെത്തുക എന്നുള്ളതിലെ അവരാലോചിച്ചത്. ലോകോത്തരമായ രീതിയിലല്ലേ കേരളം കൈകാര്യം ചെയ്തത്. അങ്ങനെ ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ മാതൃകയാവുന്ന നിരവധി കാര്യങ്ങൾക്ക് ഒന്നാം സ്ഥാനമുള്ള ഒരു രാജ്യമല്ല, നമ്മുടെ നാടാണ്, ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനം ലോക നിലവാരത്തിലേക്ക് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കണമെങ്കിൽ മൂന്നാം ടേമിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരണം. അതിപ്പോൾ ഇത് മാഷ് പറഞ്ഞു വന്നപ്പോൾ ഇതൊരു സ്വർഗതുല്യമായ രാജ്യമായിട്ടാണ് സ്വർഗതുല്യൊന്നും ഞാൻ പറയുന്നില്ല. ഇല്ല, ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചാൽ ഇന്ത്യ കേരളം സ്വർഗം തന്നെ, സ്വർഗമാണ്. അപ്പൊ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ അതാണ്.
അതുപോലെ തന്നെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അതാണ്, ശിശുമരണ നിരക്കിൻ്റെ കാര്യത്തിൽ അതാണ്, ഓക്കെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും അതാണ്. നമ്മളിപ്പോഴും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ തൊഴിലില്ലായ്മ മുതലാളിത്ത സമൂഹത്തിൽ നമുക്ക് പരിഹരിക്കാനാവില്ല എന്നായിരുന്നു നമ്മുടെയൊക്കെ ധാരണ. വാർത്താമാധ്യമങ്ങൾ മുഴുവനും നമുക്കെതിരാണ്. അവർക്ക് അവരുടെ വർഗപരമായ കാഴ്ചപ്പാടുണ്ട്, താല്പര്യമുണ്ട്. ആ താല്പര്യം വെച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അത് മനസ്സിലാക്കാം. ഓക്കെ സോഷ്യൽ മീഡിയയിലും ഇങ്ങനെ പെയ്ഡായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളെ ഉപയോഗിച്ചുകൊണ്ടാണ് BJPയും അതുപോലെ തന്നെ കോൺഗ്രസും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഫേക്കായിട്ടുള്ള വാർത്തയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഉള്ള വാർത്ത കൊടുക്കലല്ല, ഫേക്കായിട്ട് ഉണ്ടാക്കുകയാണ്, വാർത്ത ഉൽപ്പാദിപ്പിക്കുകയാണ്. ഓക്കെ അപ്പോൾ അതിനെ നേരിട്ട് കൊണ്ടേ നമുക്ക് മുന്നോട്ടേക്ക് പോകും. ജനങ്ങൾക്ക് അനുഭവമുണ്ട്. വികസനം ഇപ്പോൾ 66 നാഷണൽ ഹൈവേ, ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇല്ലെങ്കിൽ ഈ നാഷണൽ ഹൈവേ ഉണ്ടോ? അവരതിനെപ്പറ്റി ആലോചിച്ച് അവസാനിപ്പിച്ച് വിട്ടുപോയതല്ലേ. ഗേൽ പദ്ധതി, ഞങ്ങളില്ലെങ്കിൽ ഗേൽ പദ്ധതി ഉണ്ടാകുമായിരുന്നോ? അതുപോലെ തന്നെ കൂടംകുളത്തിനുള്ള വൈദ്യുതി ഇപ്പോൾ ഒരു പ്രശ്നമില്ലാണ്ട് കേരളം മുമ്പോട്ടേക്ക് പോകുന്നുണ്ടല്ലോ, അത് ഇവിടേക്ക് എത്തിയതുകൊണ്ടല്ലേ. എത്തിക്കാനുണ്ടായിരുന്ന സംവിധാനം UDFിൻ്റെ കാലത്ത് ഇല്ലയെന്ന് പറഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയതല്ലേ, അത് പുതുതായി തുടങ്ങിയതല്ലേ. അപ്പോൾ സർവതല സ്പർശിയായ മേഖലയിൽ ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. പശ്ചാത്തല സൗകര്യം, റോഡ്, പാലം, സ്കൂള്, ആശുപത്രി, കിഫ്ബി 90,000 കോടി. 90,000 കോടി. ഇടയ്ക്ക് മാഷെ കുറച്ച് റോഡ് ഇടിഞ്ഞു വീണല്ലോ. ഇടിയെല്ലാം ചെയ്യുന്നത് മഴയും വെള്ളവും എല്ലാം വന്നാൽ ഇടിയാണ്ട് പോകുമോ? ഓ പണി പൂർത്തിയാക്കിയില്ലല്ലോ ഇടിഞ്ഞത്. ആണോ? പൂർത്തിയാക്കുന്ന മുമ്പ് പൂർത്തിയാക്കുന്നതിന് മുമ്പല്ലേ. പൂർത്തിയാക്കിയതിന് ശേഷം ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അതെല്ലാം ഈ നാഷണൽ ഹൈവേന്റെ അവരുടെ അതോറിറ്റിയുടെ ഭാഗമായിട്ട് അവർ കൈകാര്യം ചെയ്യേണ്ടതാണ്. അങ്ങനെ ഇടിയാൻ പാടില്ലാതാണ്. ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ത് വേണം, ശരിയാക്കി ഗതാഗത യോഗ്യമായിക്കൊള്ളുക വളരെ വേഗം. അടുത്ത കൊല്ലാകുമ്പോഴേക്ക്, അടുത്ത മാർച്ച് ആകുമ്പോഴേക്ക് കേരളം ഒരു പുതിയ വഴിയിലൂടെ യാത്ര ചെയ്യും. അത് NH പൂർത്തിയാവും. ശരിയാവും. അടുത്ത വർഷം മിക്കവാറും പൂർത്തിയാവും. ഓക്കെ. അപ്പോൾ 2026 മാർച്ച് മാസം ആകുമ്പോഴേക്ക് ഗവൺമെന്റ് ഇലക്ഷൻ നടക്കാൻ പോകുന്ന ഘട്ടത്തിന് മുമ്പ് കേരളത്തിലെ ജനങ്ങൾക്കൊരു സമ്മാനമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 66 ഈ നാഷണൽ ഹൈവേ. വളരെ സന്തോഷമായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൊച്ചിയിലെത്താമല്ലോ. വളരെ വേഗം എത്താം. ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് കൊച്ചിയിലേക്ക് എത്താം. 6 വരി പാതയല്ലേ. അല്ല, വേറെ ഒരു ഫൈനലായിട്ടൊരു ചോദ്യം. ഈ മൂന്നാമതൊരു ടേം ഇടതുപക്ഷ മുന്നണിക്ക് കിട്ടിയാൽ മാഷായിരിക്കും അതിന്റെ നായകൻ എന്ന് ഇങ്ങനെ അതിലൊന്നും ഒരു കാര്യമില്ല. അതിനെ വെറുതെ പറയുന്ന കേട്ടു. ആവശ്യമില്ലാതെ പ്രചരണം മാത്രം. അല്ല, മാഷ് സർവസമ്മത. ഞാൻ മത്സരിക്കാനേ പോകുന്നില്ല. അങ്ങനെയാണ് മാഷ ആഗ്രഹം എന്താണ്? റിയലി ആര് മുഖ്യമന്ത്രിയാവുന്നു, ആര് മന്ത്രിയാവുന്നു, ആര് MLA ആവുന്നു എന്നതിനേക്കാളും പ്രധാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടും നയങ്ങളും അടിസ്ഥാനപ്പെടുത്തി ഒരു തുടർ ഗവൺമെന്റിലേക്ക് കേരളത്തിൽ പോകാനാവണം എന്നതാണ്. അതിന്റെ ലീഡറായിട്ട് ഞങ്ങളിപ്പോൾ ഒരാളെ നിശ്ചയിക്കേണ്ട കാര്യമില്ല. പിണറായി തന്നെ ഇവിടെ ഉണ്ടല്ലോ. പിന്നെ എന്തിനാ വേറൊരാളെ ഇപ്പം നിശ്ചയിക്കേണ്ട കാര്യം? പിണറായി സർവ്വസമ്മതനായി കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ കേരളത്തിന് മുഖ്യമന്ത്രിയായിട്ടുണ്ട്, നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ മറുഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആരെ വെച്ചിട്ടാണ് അവർക്കിത് പറയാൻ പറ്റുക? അവർക്ക് സാധിക്കില്ല. അവർ ഈ മാധ്യമങ്ങളെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ട് സാധിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയാണ് അവർ വിചാരിച്ചത്. എന്നിട്ടാണ് ഞങ്ങൾക്ക് 99 സീറ്റ് കിട്ടിയത്. അതിൽ തീർച്ചയായിട്ടും ഏതായാലും ഒരു തുടർ ഭരണത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാഷുടെ ഉത്തരവാദിത്തമാണ്. അത് എൻ്റെ ഉത്തരവാദിത്തമൊന്നുമല്ല, കേരളത്തിന്റെ ഉത്തരവാദിത്തമാണ്. കേരളത്തിലെ ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കേരളത്തെ നവീകരിക്കാൻ, പുതിയ കേരളത്തെ സൃഷ്ടിക്കാൻ കേരളം ആഗ്രഹിക്കുന്നു. അതാണ് കേരളത്തിലെ ജനങ്ങൾ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിനും എടുക്കാൻ പോകുന്ന സമീപനം. അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമോ എൻ്റെ ഏതെങ്കിലും ഒരു ഉന്നമല്ല. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ആരെല്ലാം എതിർത്താലും, മാധ്യമ ശൃംഖലകൾ മുഴുവൻ എതിർത്താലും, ബൂർഷ്വാ പാർട്ടികൾ മുഴുവൻ എതിർത്താലും, BJP അതിശക്തിയായിട്ട് കോർപ്പറേറ്റ് മൂലധനം മുഴുവൻ നിക്ഷേപിച്ചാലും, ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സിലുള്ള കാര്യം പിണറായി അല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 3-ാം ടേമിലേക്ക് മാറണം എന്ന് തന്നെയാണ്. അതുവഴി കേരളത്തെ ഒരു പുതിയ കേരളമാക്കി ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഏതായാലും മാഷെ കുറിച്ചിട്ട് എനിക്ക് അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം ഇന്ന് രാവിലെ മുതൽ നമ്മൾ TV യിൽ കാണുന്നതാണ്, എവിടെയെല്ലാം പോയി ആർഗ്യുമെന്റ് ചെയ്യുന്ന ഒരു രംഗം വരെ ഞാൻ കണ്ടതാണ് ഇന്നത്തെ പല വാർത്താ സമ്മേളനത്തിലും. അതുകൊണ്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇന്ന് മാഷക്ക് ഇവിടെ എത്താൻ പറ്റുമെന്ന് പോലും. എന്നിട്ടും എനിക്ക് ഒരു അതിശയം തോന്നുന്ന കാര്യം, എല്ലാത്തിനെയും ഒരു പുഞ്ചിരിയോടുകൂടി, എന്ത് പ്രശ്നം വന്നാലും ഒരു പുഞ്ചിരിയോടുകൂടി നേരിടുന്ന താങ്കളെ തീർച്ചയായിട്ടും ആനന്ദ് TVയുടെ പേരിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്.
ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ പ്രോഗ്രാമിൽ വന്നതിനും ഞങ്ങളുടെ ഈ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനമാണ് ഈ പുതിയ സ്റ്റുഡിയോയുടെ ആദ്യത്തെ അതിഥിയാണ്. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. വളരെ വളരെ സന്തോഷം. താങ്ക് യു. മാഷക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു.